അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളായ ആളുകളിലേക്ക് അല്ലാഹു ഇറക്കി കൊടുക്കുമ്പോൾ അല്ലാഹു ചില ആളുകളിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുക എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ എല്ലാ ആളുകളിലേക്കും കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കും. പക്ഷെ ചോദിച്ചിട്ട് കൊടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ ബറാഅത്തിന്റെ രാവാണല്ലോ നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. ഏതെങ്കിലും ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മമാർക്ക് എന്തെങ്കിലും ഒരു മനസ്സിനവര് എന്തെങ്കിലും ഒരു മനസ്സാന്തരം വരികയാണ് എങ്കിൽ ഈ സദസ് ഏറ്റവും ഒരു ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു റഹ്മത്തിന്റെ പേമാരി വർഷിക്കുമ്പോൾ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, ചോദിച്ചതൊന്നും കൊടുക്കൂല. അതിന്റെ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്രിഉല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ലൈലത നിസ്ഫി മിൻ ശഅബാൻ പകുതിയുടെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരികയാണ്. റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. വയഗ്ഫിറു ജമീഇ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹുവിന്റെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എല്ലാ മുശ്രിക്ക് ദൈവ വിശ്വാസിക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അല്ലാഹു അല്ലാതൊരു ഇലാഹുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ടോ എങ്കിൽ ആ മനുഷ്യർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അത് വേഷത്തിലാവട്ടെ, നോട്ടത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ അന്യമതസ്ഥരോട് സാദൃശ്യമായി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബറാഅത്തിന്റെ രാവിലെ ആ മനുഷ്യർക്ക് പുറത്തു കൊടുക്കൂല. അതേപോലെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകള്, ഭാര്യയോട് തെറ്റി നിൽക്കുന്നുണ്ടാകും ഭർത്താവ്, ഭർത്താവിനോട് തെറ്റി നിൽക്കുന്നുണ്ടാകും ഭാര്യ, ഉമ്മയോട് തെറ്റി നിൽക്കുന്നുണ്ടാകും മരുമോൾ, മരുമക്കളോട് തെറ്റി നിൽക്കുന്നുണ്ടാകും ഭാര്യ, അയൽവാസിയോട് തെറ്റി നിൽക്കുന്നുണ്ടാകും, ഉമ്മയോട് തെറ്റി നിൽക്കുന്നുണ്ടാകും. പരസ്പരം 3 ദിവസത്തിനേക്കാൾ തന്റെ മുഅ്മിനായ മുസ്ലിമായ തന്റെ അടിമയോട് ആരെങ്കിലും പിണങ്ങി നിന്നാൽ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു വേണ്ട, ഉംറ അല്ലാഹു വേണ്ട, ഹജ്ജ് അല്ലാഹു വേണ്ട, സ്വതക്ക അല്ലാഹു വേണ്ടേ വേണ്ട. അങ്ങനെ ഏതെങ്കിലും അയൽവാസിയോടോ നാട്ടുകാരോടോ ബന്ധപ്പെട്ടവരോടോ കുടുംബക്കാരോടോ ഏതെങ്കിലും ആളുകൾ പിണങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നാളെ കിട്ടൂല, റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല. ഒരു നിസാരമായ അതിരിന്റെ പ്രശ്നമാണ്, ഒരു നിസാരമായ പ്രശ്നത്തിന്റെ പേര് അയൽവാസികളുമായി കലഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ നല്ലവണ്ണം ചിന്തിച്ചോ, നല്ലവണ്ണം മനസ്സിലാക്കിക്കോ. നമ്മൾ ശ്വസിക്കുന്ന ഈ വായുണ്ടല്ലോ, ഒന്ന് പുറത്തേക്കോ അകത്തേക്കോ ഒന്ന് വിടാനോ അതേപോലെ ശ്വസിക്കാനോ കഴിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം എവിടെ കിടക്കുമെന്നറിയണോ? നാളെ പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് മുസ്ലിമും മുഅ്മിനുമായി ജീവിക്കുന്നവരുണ്ട് എങ്കിൽ പരസ്പരം പിണങ്ങി നിൽക്കാൻ പാടില്ല. ഒരുപാട്
റഹ്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഈ മഹല്ലത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നാളത്തെ രാവിലെ നിങ്ങൾ ഫത്വ തീർത്താലും തെറ്റി നിൽക്കുന്നവരുണ്ട് എങ്കിൽ അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. കാരണമെന്ത്? പിണങ്ങിയവരോട് സലാം പറഞ്ഞുകൊണ്ട് മിണ്ടണേ, സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മിണ്ടണേ. ഇനി പല ആളുകൾ പറയും ഞാൻ അവരോട് സലാം പറഞ്ഞ് മിണ്ടിയതാണ്, പക്ഷെ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാം. നേരം മറിച്ചോ ഇപ്പോഴും വാശിയും വീറും കരുതിക്കൊണ്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാനെങ്കിലും അല്ലാഹു സ്വീകരിക്കൂല. പള്ളിയിലേക്ക് ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്താലും അല്ലാഹു വേണ്ട. അതുപോലെ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് കിടങ്ങി നിൽക്കുന്നവരുണ്ട് എങ്കിൽ അവരോട് മിണ്ടാനുള്ള മനസ്സ് ഇന്ന് ഈ സദസ്സിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് നീ ഒന്നും വേണ്ട. അവരുമായിട്ട് നിങ്ങൾക്ക് പരസ്പരം ഫേസ് ചെയ്യാൻ പ്രയാസമാണ് എങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, ഒന്ന് സലാമിന്റെ സ്റ്റിക്കർ ആണെങ്കിലും വേണ്ടില്ല, ഒന്ന് സലാം പറയണേ, ഒന്ന് സലാം വോയിസ് മെസ്സേജ് ആയി കൊണ്ടുവിടണേ. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളോട് പിടക്കത്തില്ല. ഇന്നാണ് ഞാൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ട് എങ്കിൽ ഇന്ന് നല്ലതുപോലെ ഭർത്താക്കന്മാരോട് മിണ്ടണേ. ഉമ്മമാരുണ്ട് എങ്കിൽ മരുമക്കളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ വിഷമിച്ചതിന്റെ പേരിൽ അവർ തെറ്റിയിട്ടുണ്ടാവാം. എന്റെ മോളെ ഞാൻ നിന്നോട് വെറുപ്പുണ്ടായിട്ട് ചെയ്തതല്ല, നിന്നോട് വെറുപ്പുണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല. അപ്പോഴത്തെ എന്റെ ഒരു ചൂടും പ്രഷറും കാരണത്താൽ ഞാൻ പറഞ്ഞതാണ്. നീ പുറത്തു തരണമോളെ എന്ന് പറയണം എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്. അയൽവാസികളോട് തെറ്റി നിൽക്കുന്നവരുണ്ട് എങ്കിൽ നല്ലതുപോലെ ചിന്തിച്ചോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. കടന്നു വന്നു ഓരോ ഫർദിന്റെ ഓഹരികളൊക്കെ വീതിച്ചു കൊടുക്കുന്നു. അയൽവാസിക്ക് തന്റെ സമ്പത്തിന്റെ വിഹിതം കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ട് അത് തീർക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം രാവ് വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെന്തെയും നിരാശവാന്മാരായി പോകും. നമ്മൾ നാളെയും പ്രയാസപ്പെട്ട് നാളെ നരകകുണ്ടാരത്തിലേക്ക് കയറി പോകേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞത് അയൽവക്ക ബന്ധം നല്ലതുപോലെ സുദൃഢമാക്കണം. ഏത് ജാതിക്കാരനായാലും വേണ്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, നിന്റെ അയൽവാസി നിന്റെ അയൽവാസി ഒരു ഇതര മതസ്ഥനാണെങ്കിൽ പോലും അവനെ നിങ്ങൾ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്നാണ് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് പരസ്പരം മുസ്ലിമീങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഒന്നും മിണ്ടണേ. വാശും വീറും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം അതേപോലെ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം അത് നിലച്ചാൽ കഴിഞ്ഞു. നേരെ പറഞ്ഞോ മരിച്ചിട്ട് അവരോട് മുണ്ടേ മതിയോ, ഇനി അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പൊരുത്തപ്പെടിച്ചാൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റബോധം ഉണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം രാവ് മനസ്സിലാക്കിക്കൊണ്ട് സമ്പത്തിന്റെ പേരിലാണെങ്കിലും അതിന്റെ പേരിലാണെങ്കിലും വേണ്ടില്ല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്പരം തീർത്ത് അത് തീർക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ നിർത്തിയതാണ്, പക്ഷേ ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ അതിന്റെ പേരിൽ ഇത്രത്തോളം നല്ല അമലൊക്കെ ചെയ്യും. എന്നിട്ടും തെറ്റി പിണങ്ങി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയരൂലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. അതേപോലെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. മാതാപിതാക്കളെ ഓർമ്മിക്കുന്ന ആളുകൾ, വിഷമിപ്പിച്ച ആളുകളുണ്ടാവും, സങ്കടപ്പെടുത്തിയ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും വിഷയത്തിന്റെ പേരിൽ തന്റെ മാതാപിതാക്കളെ ഏതെങ്കിലും ആളുകൾ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഇഷ്ടക്കേട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് പൊരുത്തപ്പെടിക്കണം. നേരെ മറിച്ച് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ
സ്ഥാനത്ത് പോയിക്കൊണ്ട് അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ള മനസ്സെങ്കിലും നമ്മളിൽ ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലൈലത്തുൽ ബറാഅ ഒരു വിധത്തിലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അതുകൊണ്ടിട്ടാണ് ഈ വിഷയം ഞാൻ ഗൗരവത്തോടുകൂടി നിങ്ങളോട് ഞാൻ പറയുന്നത്. പരസ്പരം പിണക്കം അത് നാളെയോ മറ്റന്നാളോ മാറ്റിവെക്കരുത്. അത് പരസ്പരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർക്കാനുള്ള ഒരു മനസ്സ് ഇന്ന് ഈ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ മിണ്ടാനുള്ള സന്മനസ് അള്ളാഹുവിനെ കൊടുക്കണം